നമസ്കാരം. ചേട്ടാ പേരെന്തായിരുന്നു കേട്ടോ? ഫിലിപ്പ്. ചേട്ടാ ഇപ്പോൾ ഈ മുനമ്പത്ത് BJPക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ട് BJPയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇവിടെ ഒരു ഓഫീസ് വന്നിരിക്കുകയാണ്. എങ്ങനെ കാണുന്നു ഈ ഒരു വിഷയത്തെ? അല്ല, ഇതിൽ അഭിമാനം തോന്നുന്നത് കാരണം ഇതൊരു ഓഫീസല്ല, ഇതൊരു വീടാണ്. എൻ്റെ ഒരു വീടാണിത്. അപ്പോൾ ഞാൻ നന്ദി സൂചകമായിട്ട്, കാരണം മുനമ്പത്ത് ഇതുവരെയും BJP ഒന്നാം വാർഡ്, മുനമ്പത്തിൻ്റെ ചരിത്രത്തിൽ ഇവിടെ ഒരു BJP മെമ്പറേ ഉണ്ടായിരുന്നിട്ടില്ല. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ആദ്യത്തെ കൺവെൻഷനായിരുന്നു. അപ്പോൾ ഞാൻ ഇതിന് ഒരു വേദി, ഒരു സ്പേസ് വേണമെന്ന് തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഉപയോഗിക്കാത്തൊരു വീടാണ് ഇത്, തന്നെ നിങ്ങൾ ഉപയോഗിച്ചോ. അപ്പോൾ ഞങ്ങളുടെ ഇലക്ഷന് വേണ്ടി, പഞ്ചായത്ത് ഇലക്ഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇതൊരു പാർട്ടി ഓഫീസായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഈ മുനമ്പത്ത് വേറെ ഈ അടുത്ത സ്ഥലങ്ങളിലൊന്നും വേറെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊന്നും ഓഫീസുള്ളതായിട്ട് കാണുന്നില്ല. ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്കൊരു മനോഭാവം എന്താണ് ഇപ്പോൾ നിങ്ങൾക്കെതിരെ? സത്യത്തിൽ ഇപ്പോൾ ഞങ്ങളെല്ലാവരും കാണുന്നത്, കാരണം ഇവിടെ ജനങ്ങളല്ല, കാരണം ജനങ്ങൾക്ക് ഇവിടെയുള്ള ആൾക്കാർക്ക് അറിയാം ആരാണ്, എന്തിനു വേണ്ടിയാണ് ഞങ്ങളിങ്ങനെ നടക്കുക. കാരണം ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കണം എന്നുള്ളൊരു ഒരു വാക്കേ ഞങ്ങൾക്കുള്ളൂ. കാരണം ഞങ്ങളെ സഹായിച്ചവർക്ക് നന്ദി സൂചകമായിട്ട് തിരിച്ചു കൊടുക്കുന്ന ഞങ്ങളുടെ ഒരു നന്ദി പ്രകടനമാണ്. അതിൽ ഞങ്ങൾക്ക് മറ്റുള്ള രാഷ്ട്രീയക്കാരുടെ കാര്യങ്ങളിൽ ഞങ്ങൾ അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു വ്യാകുലതകളും ഒന്നുമില്ല. അത് അവരവരുടേതായ രീതിയിൽ ചിന്തിച്ചോട്ടെ, അവരവരുടേതായ രീതിയിൽ പോയിക്കോട്ടെ. പക്ഷെ ഞാൻ പറയുന്നത് മുനമ്പത്തിലെ ഒന്നാം വാർഡിലെ എല്ലാ ആൾക്കാരുടെയും മനസ്സിലുണ്ടായിരിക്കണം, ഇപ്പോൾ ഈ വഖഫ് ഭേദഗതി കൊണ്ടുപോകുന്നത് BJP സർക്കാരാണ്. ഈ വഖഫ് ഭേദഗതി ബില്ല് വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പുതുതായിട്ട് ചട്ടങ്ങൾ വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റേതായ സമയമെടുക്കും. പക്ഷേ ആ ഒരു നന്ദി സൂചകമായിട്ട് നിങ്ങൾക്കിന്ന് നിങ്ങളുടെ പ്രശ്നങ്ങളുടെ 50% തീർത്ത് നിങ്ങൾക്ക് വീണ്ടും സമാധാനത്തോടെ വീട്ടിൽ കിടക്കാനുള്ളൊരു അവസരം ഒരുക്കി തന്ന BJP സർക്കാരിന് നന്ദി സൂചകമായിട്ട് കാണിക്കണം. കാരണം ഞാൻ പറയുന്നത് ഇതാണ്, BJPയുടെ സഹായവും വേണം. വോട്ട് ഞങ്ങൾ മറ്റുള്ള പാർട്ടിക്ക് കുത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യഥാർത്ഥ ഹൃദയമുള്ളൊരു മനുഷ്യന് ചേർന്നൊരു സ്വഭാവമല്ല. അപ്പം എനിക്ക് അതേ ഇവിടെയുള്ള ആൾക്കാരോട് പറയാനുള്ളൂ. കാരണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് നന്ദിയും കാണിച്ചിരിക്കണം. അല്ലാതെ വാഴ നനയുമ്പോൾ ചീരയും നനയെന്നുള്ള ആ ഒരു സ്വഭാവത്തിലേക്ക് പോകരുതെന്ന് എനിക്ക് ഇവിടെയുള്ള ആൾക്കാരോട് പറയാനുള്ളൂ. കാരണം നമ്മൾ അങ്ങനെ ആയിരിക്കണം. നമ്മളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചും സഹായിച്ചിരിക്കണം. ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഈ മുനമ്പ് സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഴയ പോലെ ആളുകളെ ഇപ്പോൾ സമരപ്പന്തലിൽ കാണുന്നില്ല. അതിൽ വലിയൊരു കുറവുള്ളതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ 2-3 പേരൊക്കെയാണ് വന്നിരിക്കുന്നത്, അതിൽ 4 പേരൊക്കെയാണ് വന്നിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? മുനമ്പം സമരത്തിന് അത് സംഭവിച്ചെന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടുത്തെ ആളുകളുടെ ഇടയിൽ തന്നെ ഒരു ചെറിയതല്ല, ഒരു തെറ്റിദ്ധാരണ രീതി പരത്താൻ ഒരു സമരസമിതി അംഗത്തിന് ഒരാൾക്ക് സാധിച്ചു. അദ്ദേഹം, നിങ്ങൾ കണ്ടു കാണും, കിരൺ റിജിജു വന്ന ദിവസം മീഡിയ 1 ചാനലിന് വേണ്ടി ഒരു അഭിമുഖം കൊടുത്തു. ആ ഒരു അഭിമുഖം ഞങ്ങളെ വളരെയേറെ ദോഷം ചെയ്തു. കാരണം അന്ന് കിരൺ റിജിജു ഇവിടെ വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മ മൂലം ചെയ്ത തെറ്റ്, പക്ഷേ ഞങ്ങൾ മൊത്തം ജനങ്ങൾ അനുഭവിക്കേണ്ട നന്ദിയില്ലാത്തവരെന്നുള്ളൊരു. ഇത് സമരത്തിൻ്റെ ചെയർമാനാണോ? ഇല്ല, സമരത്തിന് ചെയർമാൻ മാത്രമേ ഉള്ളൂ. കൺവീനർ ഉണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹം ഇപ്പോൾ കൺവീനറായിട്ടുണ്ടായിരുന്നത് സുനിൽ ചൂതമ്പറമ്പിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നീട് ഇപ്പോൾ ഒരു കൺവീനർ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുകയാണ്. അദ്ദേഹം ഇവിടെ ഇപ്പോൾ താൽക്കാലിക കൺവീനർ എന്ന് പറഞ്ഞ് സ്വയം പറഞ്ഞിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഞങ്ങൾക്കറിയാം സമരത്തിൻ്റെ യഥാർത്ഥ കൺവീനർ സുനിൽ ചൂതമ്പറമ്പിലാണ്, അല്ലാതെ ഈ ബെന്നി കുറുപ്പശ്ശേരിയിൽ. ബെന്നി ഒരു സമരസമിതി അംഗമാണ്, ഞാനൊരു സമരസമിതി അംഗമാണ്. അപ്പോൾ അദ്ദേഹം അന്ന് മീഡിയ 1 കൊടുത്ത ആ ഒരു ബൈറ്റ് ശരിക്കും വളരെയേറെ ദോഷം ചെയ്തു. ദോഷമല്ല, അതിനുശേഷമാണ് ഈ ആൾക്കാരുടെ ഇടയിൽ ഒരു സ്പ്ലിറ്റിൽ ആൾക്കാർ മാറി നിന്നു. പക്ഷെ ഇപ്പോൾ നാട്ടുകാരുടെ ഇടയിൽ ഒരു ഇത് വന്നിട്ടുണ്ട്, പുതിയൊരു സമരസമിതി ഉണ്ടാക്കണം, പുതിയ മെമ്പർഷിപ്പ് വരണം. അപ്പോൾ ഞങ്ങൾ വികാരിയച്ഛൻ അതിന് എത്രയും പെട്ടെന്ന് അതിനുള്ളൊരു അവസരം ഒരുക്കും. ഞങ്ങളത് കാത്തിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ കൺവീനർ ഉണ്ടാവും. ചെയർമാൻ എങ്ങനെയാണെന്ന് ജനങ്ങളുടെ തീരുമാനം പോലിരിക്കും എന്തായാലും. അപ്പോൾ പുതിയ സമരസമിതി ഉണ്ടാവും, പുതിയ അംഗങ്ങളുണ്ടാവും, പുതിയ കാര്യങ്ങളിലേക്ക് അങ്ങനെ പോകും. ഇപ്പോൾ ഈ BJPയുടെ ഒരു ഓഫീസ് കൂടി ഈ മുനമ്പത്ത് വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം പഴയ കാലത്തെ പോലെയല്ല, ഇനി ഒരു വലിയ രീതിയിൽ അവർക്ക് ഊർജ്ജസ്വലരായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. കാരണം BJP ഇവിടെ വിജയിക്കാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളൊരു പ്രചരണം മൊത്തത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിട്ട് മാറിയിരിക്കണം അല്ലേ? അവർക്ക് അവരുടേതായ ചട്ടങ്ങളും അവരുടേതായ കാര്യങ്ങളുണ്ട്, അവർ പ്രവർത്തിച്ചത്. പക്ഷേ ഇവിടുത്തെ ആൾക്കാർക്ക് ഇടയിൽ ആൾക്കാർ പുറത്തിറങ്ങി അവരുടെ കൂടെ നടക്കുന്ന ആൾക്കാരുടെ കാര്യമായിരിക്കുള്ളൂ നമ്മൾ പറയാനുള്ളത്. കാരണം ഇവിടെ രാഷ്ട്രീയമല്ല നമ്മൾ നോക്കുന്നത്, നമ്മൾ സഹായിച്ചവനാരോ അവൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അല്ലാതെ സഹായം മേടിച്ചിട്ട്
മറ്റൊരാൾക്ക് വേണ്ടി തിരിച്ചു വോട്ട് കുത്തുക എന്ന് പറയുന്നത് അത് ഒരു അംഗീകരിക്കാൻ പറ്റാത്ത ഞാനൊരു വ്യക്തി എന്ന നിലയിൽ എനിക്കതൊരിക്കലും ചെയ്യാൻ പറ്റില്ല. അത് എന്താ പറയുക, നന്ദിയുള്ളവനായിരിക്കണം. അപ്പോൾ അതാണ് ഞാനൊരു വ്യക്തി എന്ന നിലയിൽ പറയാനുള്ളത്. ചേട്ടാ, ഇപ്പോൾ മുനമ്പത്തിൻ്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും താമസിക്കുന്ന ഈ ഒരു വാർഡിൻ്റെ ഒരു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് BJPയുടെ ഒരു പതാക ഇതുപോലെ ഇവിടെ ഇങ്ങനെ പാറുന്നത്. എന്താണ് അതിനോട് ഉള്ളൊരു സംഭവം പറയാനുള്ളത്? എന്താണ് അത് എനിക്ക് ശരിക്കും അഭിമാനം തോന്നുകയാണ്. കാരണം ഞാൻ അതിൻ്റെ ഒരു ഭാഗമാകാൻ ഞാൻ കഴിഞ്ഞതിൽ എനിക്കൊരു അഭിമാനം തന്നെ. കാരണം എൻ്റെ ഓർമ്മയിൽ ഇതുവരെയും ഒരു പാർട്ടിക്കും ഇവിടെ ഒരു ഓഫീസ് പോലെ ഒരു ആൾക്കാർക്ക് വന്നിരുന്ന് സംസാരിക്കാൻ ഒരു അവസരം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഞാൻ ഉപയോഗിക്കാത്തൊരു വീട്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് BJP. അപ്പോൾ BJPക്ക് വേണ്ടി അത് കൊടുത്തു കഴിഞ്ഞാൽ നാടിൻ്റെ നന്മയിൽ ഇവിടെ നമ്മൾ എല്ലാവർക്കും ആവശ്യം. അപ്പോൾ എൻ്റെ വീട്ടിലൂടെ ആൾക്കാർക്ക് വന്നിരിക്കാനൊരു അവസരവും ഞങ്ങളുടെ നാട്ടുകാർക്ക് കൂടാനൊരു അവസരവും ഇതെല്ലാവർക്കും സ്വാഗതമാണ്. കാരണം മെയിൻ റോഡാണ്, എല്ലാവർക്കും വരാം, അവർക്കിരിക്കാം. ഇപ്പം ഞങ്ങളുടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് BJPയുടെ ഓഫീസാണ്. മുനമ്പം 1-ാം വാർഡ് BJPയുടെ ഒഫീഷ്യൽ ഓഫീസാണ്. ഇപ്പോൾ ഇവിടുത്തെ സ്ത്രീജനങ്ങളടക്കം ഏകദേശം ഒരു 60ഓളം കുടുംബങ്ങൾ ഇപ്പോൾ BJPയിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യത്തെ ഘട്ടം രാജീവ് ചന്ദ്രശേഖറാണ് അതിനൊരു തുടക്കം കുറിച്ചത്. പിന്നെ ഇപ്പോൾ വീണ്ടും 60 കുടുംബങ്ങൾ വന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇതൊരു ചരിത്രപരമായിട്ടുള്ളൊരു മാറ്റമല്ലേ മുനമ്പത്തെ സംബന്ധിച്ച്? തീർച്ചയായും ഇതൊരു ചരിത്രപരമായതുകൊണ്ട് കേരളത്തിൽ തന്നെ വളരെ അപൂർവമായിട്ട് നടക്കുന്നൊരു കാര്യമാണിത്. കാരണം 60ഓളം പുതിയ ഫാമിലീസ് വരിക. 60ഓളം ഫാമിലീസ് എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിയിൽ മിനിമം 4 വോട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും കാരണം അത് മനസ്സിലാക്കിയിട്ട് വരുന്നവരാണ്. മനസ്സിലായി ഇവർ എന്താണ് നന്മ, ആരാണ് നമ്മൾക്ക് ഉപകാരം ചെയ്തതെന്ന് മനസ്സിലാക്കിയിട്ട് വരുന്നവരാണ്. ഇനിയും 6 മാസം നമ്മളുടെ പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ വീണ്ടും ആൾക്കാർ മനസ്സിലാക്കി അതിലേക്ക് വരുമെന്നാണ് ഞങ്ങളുടെ ധാരണ. ഇപ്പോൾ ഉറപ്പായിട്ടും ഇനിയിപ്പോൾ സ്ഥാനാർത്ഥി മുനമ്പത്ത് BJPക്ക് ഉണ്ടാകും. ഒരു വാശിയേറിയൊരു പോരാട്ടമായിരിക്കും മുനമ്പത്തല്ലേ? തീർച്ചയായിട്ടും സ്ഥാനാർത്ഥി ഞങ്ങൾ ഓൾറെഡി തന്നെ ഇപ്പോൾ ഏത് രീതിയിലാണ്, ഇപ്പോൾ ഒരു ജനറൽ വിഭാഗത്തിലാണ്, അല്ല ഒരു സ്ത്രീയുടെ ഒരു വാർഡാണ്, അങ്ങനെയെങ്കിൽ ഞങ്ങളെല്ലാവരും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് SC ആണെങ്കിലും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ആൾക്കാരെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഞങ്ങൾ പക്ഷേ അത് ആ സമയത്തല്ല, ഇനിയും ടൈം ഉണ്ടല്ലോ. പക്ഷെ ഇപ്പം ഞങ്ങൾ എല്ലാവരെയും കണ്ട് ഇപ്പോൾ ഈ 1-ാം വാർഡിൽ നിന്ന് ഞങ്ങളെല്ലാവരും പരസ്പരം അറിയുന്ന ആൾക്കാരാണ്. ഇത് കൺവെൻഷനിലൊക്കെ വലിയ സംഖ്യയാണല്ലോ. തീർച്ചയായിട്ടും ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ഇത്രയും പേര് ആദ്യത്തെ ദിവസം തന്നെ എത്തുമെന്നുള്ളത്. ഞങ്ങളൊരു സാധാരണ ഒരു ഗ്യാതറിംഗ് പോലെ നോക്കിയതാണ്. പക്ഷേ ഇന്ന് എല്ലാവരും വന്നു. ഇത്രയും മഴയുണ്ടായിട്ട് ആൾക്കാർ വന്നു. പിന്നെ കുറേ പേർക്ക് വരാൻ പറ്റുമെന്ന് പറഞ്ഞാൽ 4 മണി സമയം പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന ഒരു ടൈമായത് കാരണം അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ പക്ഷേ ഇനിയിപ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയെന്ന് പറയുമ്പോൾ ഈ മഴക്കാലത്ത് ഇരിക്കാനായിട്ട് നല്ലൊരു സ്പേസ് കൊടുക്കാൻ എനിക്ക് രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്യാൻ ഞങ്ങൾക്കൊരു സ്പേസ് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഇവിടെ നേതാക്കന്മാരൊക്കെ വന്നു റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമായി. തീർച്ചയായിട്ടും, കാരണം ഇത് 2 ബെഡ്റൂം ഹോമാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാ ഫെസിലിറ്റീസും കൊടുക്കുന്നതായിരിക്കും.